സിനിമയെ വെല്ലുന്ന ട്വിസ്റ്റായിരുന്നു അത്. മരിച്ചെന്ന് എല്ലാവരും വിശ്വസിച്ച ഒരു വ്യക്തിയിൽ ഹൃദയമിടിപ്പ് തൊട്ടറിഞ്ഞ അനുഭൂതി. കണ്ടവരും കേട്ടവരുമെല്ലാം ഞെട്ടിയ ആ രാത്രി. ജനുവരി 13 മംഗളൂരു ഹെഗ്ഡെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ബന്ധുക്കളുടെ ഭാഷ്യത്തിൽ പറഞ്ഞാൽ പവിത്രൻ മരിച്ചിട്ടില്ല. 5 ദിവസത്തിൽ കൂടുതൽ ജീവിക്കില്ലെന്ന് മംഗളൂരുവിൽ നിന്ന് വിധി എഴുതി വിട്ട രോഗിയായിരുന്നു പവിത്രൻ. വെന്റിലേറ്ററിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് പ്രയോജനമില്ല എന്ന് മനസ്സിലാക്കിയായിരുന്നു ഡിസ്ചാർജ് ചെയ്യിക്കാൻ അന്ന് ബന്ധുക്കൾ തീരുമാനിച്ചത്. ഓക്സിജൻ സൗകര്യം മാത്രമുള്ള ആംബുലൻസിലായിരുന്നു അതീവ ഗുരുതരാവസ്ഥയിലുള്ള പവിത്രനുമായി ബന്ധുക്കൾ നാട്ടിലേക്ക് തിരിച്ചത്. വഴിമധ്യേ പവിത്രൻ മരിച്ചെന്ന് ബന്ധുക്കളും നാട്ടുകാരും കരുതി. രാത്രിക്ക് രാത്രി പത്രം ഓഫീസുകളിൽ ചരമകോളത്തിലേക്ക് വാർത്തകൾ ചെന്നു. നാട്ടിൽ സംസ്കാരത്തിന് സമയം നിശ്ചയിച്ചു. അതുവരെ സൂക്ഷിക്കാൻ AKG ആശുപത്രിയിലെ മോർച്ചറിയിൽ ഫ്രീസർ ബുക്ക് ചെയ്തു. ഇങ്ങനെയിരിക്കെ ആ ആംബുലൻസിൽ യാത്ര AKG ആശുപത്രിയിലെ മോർച്ചറി കവാടത്തിന് മുന്നിലെത്തി. മൃതദേഹം പുറത്തെടുക്കുമ്പോഴാണ് കയ്യിൽ നിന്ന് ജീവന്റെ അനക്കം അറ്റൻഡർ തിരിച്ചറിഞ്ഞത്. ഉടനടി ആംബുലൻസ് അത്യാഹിത വിഭാഗത്തിലേക്ക് പാഞ്ഞു. ICUവിൽ ചികിത്സ തുടങ്ങി. ശ്വാസകോശ സംബന്ധമായ അസുഖമായിരുന്നു പവിത്രന്. 58 വയസ്സുണ്ട്. ഡോക്ടർമാർ സ്ഥിരീകരിക്കാതെ ബന്ധുക്കളുടെ അശ്രദ്ധയിൽ ജീവൻ നഷ്ടമാകുമായിരുന്ന വ്യക്തിയാണ്. മൃതദേഹങ്ങൾ മാത്രം കൈകാര്യം ചെയ്യുന്ന അറ്റൻഡറുടെ ശ്രദ്ധ കൊണ്ട് മാത്രം ഇന്നും ജീവനോടെയിരിക്കുന്നത്. മനോരമ ന്യൂസ്, കണ്ണൂർ.